നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുന്നണി വിപുലീകരണം സംബന്ധിച്ച് ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇന്നലെ UDF നടത്തുന്നു. അതിന് പിന്നാലെ വിവാദങ്ങളുടെ പെരുമഴ. UDF അസോസിയേറ്റ് അംഗമായതോടെ PV അൻവർ പത്തിവിരിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പിന്നീട് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. കഴിഞ്ഞ കുറെ കാലമായി PV അൻവറിനെ കാണാനില്ലായിരുന്നു. എന്നാൽ ഇന്നലെ മാളത്തിൽ നിന്ന് PV അൻവർ പുറത്തിറങ്ങി. പിണറായിസത്തെയും മരുമോനിസത്തെയും താൻ വലിച്ചു കീറുമെന്ന് PV അൻവർ തുടർന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ PV അൻവറിൻ്റെ ഇത്തരം വെല്ലുവിളികൾ UDFന് അപകടം വരുത്തിവെക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. PV അൻവറിനെ ഒരു കാരണവശാലും UDFന്റെ ഭാഗമാക്കരുത് എന്ന് ശക്തമായി നിലപാടെടുത്ത വ്യക്തിയാണ് VD സതീശൻ. എന്നാൽ സതീശനെയും ഒതുക്കി മുസ്ലിം ലീഗാണ് അതിശക്തമായ സമ്മർദ്ദം UDFന് മേൽ ചെലുത്തിയത്. മുസ്ലിം ലീഗ് KC വേണുഗോപാലിനെ സ്വാധീനിച്ചു. തുടർന്ന് KCയും ലീഗും ചേർന്ന് അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി. PV അൻവറിനെ നേരത്തെ LDFിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ മുസ്ലിം ലീഗിലേക്ക് ഒരു അഭയം നൽകാം എന്നൊരു വാഗ്ദാനം നിലനിന്നിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന് അൻവറിനെ നേരിട്ട് ലീഗിലേക്ക് എടുക്കാൻ വല്ലാത്ത പേടി. ഇപ്പോൾ പമ്മി നിന്നാലും നാളെ പത്തിവിരിക്കുമെന്ന് ലീഗിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ തലയിൽ നിന്ന് നേരെ UDFന്റെ തലയിലേക്ക് വെച്ച് കളയാം എന്ന് കുഞ്ഞാലിക്കുട്ടിയും ലീഗുമൊക്കെ കരുതി. PV അൻവറിനെ കൂടി തങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുന്നതോടെ നിലമ്പൂർ മേഖലയിൽ അടക്കം വലിയ സ്വാധീനമുറപ്പിക്കാം എന്ന് ലീഗ് കണക്കുകൂട്ടുന്നു. അൻവറിന്റെ ലക്ഷ്യം തിരുവമ്പാടി സീറ്റാണ്. എന്നാൽ അൻവറിനെ ബേപ്പൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും ശക്തമാണ്. PV അൻവറിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും CK ജാനുവിനെയും UDF അസോസിയേറ്റ് അംഗങ്ങളാക്കി എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ UDF നടത്തിയത്. തൊട്ടുപിന്നാലെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇതിനെ തള്ളിപ്പറഞ്ഞു. താൻ UDFിലേക്കില്ല. ഇത്തരമൊരു അപേക്ഷ താൻ UDFന് നൽകിയിട്ടില്ല എന്നും തൻ്റെ അപേക്ഷ പുറത്തു കാട്ടാൻ വെല്ലുവിളിക്കുകയും ചെയ്തു വിഷ്ണുപുരം. എന്നാൽ വിഷ്ണുപുരത്തിൻ്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരുമാണ് ചർച്ച നടത്തിയത് എന്ന് സതീശൻ തുറന്നടിച്ചു. തന്നെ കാണാൻ കന്റോൺമെന്റ് ഹൗസിൽ വിഷ്ണുപുരം എത്തിയിരുന്നു. താൻ വിഷ്ണുപുരവുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഞങ്ങൾ 3 പേരും ചേർന്നെടുത്ത തീരുമാനമെന്നാണ് സതീശൻ്റെ വിശദീകരണം. വിഷ്ണുപുരത്തിന് വരാൻ സമ്മതമില്ലെങ്കിൽ വരേണ്ടതില്ല എന്ന് സതീശൻ പറഞ്ഞു. എന്നാൽ അതിനകം തന്നെ വിവാദങ്ങളുടെ പെരുമഴ UDFന് മേൽ പെയ്തിറങ്ങിയിരുന്നു. PV അൻവറിന് ഇത്ര വലിയ പ്രാധാന്യം നൽകി UDFിലേക്ക് കൊണ്ടുവരുന്നത് സൂക്ഷിക്കണമെന്ന് മുല്ലപ്പള്ളിയുടെ മുന്നറിയിപ്പ്. അൻവറിനെ UDF അസോസിയേറ്റ് അംഗമാക്കിയതിൽ കടുത്ത നിരാശയുണ്ട് സതീശന്. എന്നാൽ KCയുടെ നിയന്ത്രണത്തിലാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം. UDFും ഇപ്പോൾ KCയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. മുസ്ലിം ലീഗിനെ പൂർണ്ണമായി കോൺഗ്രസിലേക്ക് അടുപ്പിച്ച് നിർത്തി KC തന്നെ കരുക്കൾ നീക്കുന്നു. സതീശന്റെ തലയ്ക്ക് മുകളിലൂടെ KC കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ. UDF ആവശ്യപ്പെട്ടാൽ ഏതു മണ്ഡലത്തിലായാലും താൻ മത്സരിക്കുമെന്നാണ് PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ UDF അസോസിയേറ്റ് അംഗമായി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്നലെ ഒതായിയിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു അൻവർ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് പിണറായിസവും മരുമോനിസവും അവസാനിപ്പിക്കുന്ന കാര്യത്തിലാണെന്ന് അൻവർ തുറന്നടിച്ചു. നിലമ്പൂരിലെ മുൻ MLA ആണ് അൻവർ. പക്ഷേ നിലമ്പൂരിലിനി മത്സരിക്കാനുള്ള സ്കോപ്പില്ല. ആര്യാടൻ ഷൗക്കത്ത് അവിടെ കളം നിറഞ്ഞു പിടിച്ചു. UDFനെ സംബന്ധിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ ഇനി ഒഴിവാക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് മറ്റൊരു മണ്ഡലം തേടുന്നത് ഇപ്പോൾ അൻവർ. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് സീറ്റാണ് ബേപ്പൂർ. ബേപ്പൂരിൽ അൻവറിനെ ഇട്ട് ഒരു ഉശിരൻ മത്സരം കാഴ്ചവെക്കാം എന്ന് ചില കോൺഗ്രസുകാർ കണക്കുകൂട്ടുന്നു. ലീഗിനും ഇക്കാര്യത്തിൽ ചില താല്പര്യങ്ങളുണ്ട്. എന്നാൽ അൻവർ മോഹിക്കുന്നത് ലിൻഡോ ജോസഫിന്റെ തിരുവമ്പാടി. KT ജലീലിന്റെ തവനൂരിൽ PV അൻവറിനെ മത്സരിപ്പിച്ച് ജലീലിനൊരു കട്ട മത്സരം കൊടുക്കണമെന്ന വാദം കോൺഗ്രസിൽ ശക്തമാണ്. അൻവറിനെ ഇനി ഏത് തൊഴുത്തിൽ കെട്ടാൻ കോൺഗ്രസിനും UDFനും കഴിയും. ഇപ്പോഴിതാ ബേപ്പൂരിൽ PV അൻവറിനെ സ്വാഗതം ചെയ്യുന്ന നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിൽ കോൺഗ്രസിനും UDFനുമൊക്കെ വലിയ മുന്നേറ്റം സാധ്യമായ മണ്ഡലമാണത്. തവനൂരിൽ ഇക്കുറി KT ജലീൽ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ അൻവറിന് സ്വാഗതമോദി ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ഏറെ കൗതുകമുണർത്തുന്നു. എന്നാൽ തമാശയത്രയും നിലനിൽക്കുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേസിലാണ്. NDAയിൽ നിന്ന് വിഷ്ണുപുരം തെറ്റിപ്പിരിഞ്ഞു എന്ന വാർത്തകളൊക്കെ നേരത്തെ കേട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിന്നീട് VD സതീശനും വിഷ്ണുപുരവുമായി നടത്തിയ ചർച്ചകൾ. മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാൻ ചേർന്ന UDF യോഗം എന്തിനാണ്
കാര്യമായ കൂടിയാലോചനകളില്ലാതെ ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇന്ന് നേതാക്കൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നു. എന്നാൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യവുമായി വിഷ്ണുപുരം തന്നെ സമീപിച്ചിരുന്നുവെന്നാണ് സതീശൻ പറയുന്നത്. നേരിട്ട് ഘടകകക്ഷിയാക്കാതെ അസോസിയേറ്റ് മെമ്പർ ആക്കിയതിലുള്ള കോപമാകാം ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ എന്ന് സതീശൻ വിശദീകരിക്കുന്നു. താല്പര്യമില്ലെങ്കിൽ വിഷ്ണുപുരം UDF-ലേക്ക് വരേണ്ടതില്ല എന്ന് സതീശൻ തുറന്നടിച്ചു. ഞാനിപ്പോഴും ഒരു സ്വയം സേവകനാണ്. BJPക്കെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന ആർത്തിയാണ് അവർക്കുള്ളത്. ചിലർക്ക് ഘടകകക്ഷികളോട് ചിറ്റമ്മ നയം, എങ്കിലും ആരുടെയും അടിമയായി ജീവിക്കില്ല എന്ന് വിഷ്ണുപുരം പറയുന്നു. നേരത്തെ NDA മുന്നണിയിൽ തങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ സ്ഥിതിഗതികൾ മാറി. സ്വയം സമർപ്പിത സ്വയം സേവകനായതുകൊണ്ട് NDA മുന്നണി വിട്ട് UDF-ലേക്ക് താനില്ല എന്ന് വിഷ്ണുപുരം തീർത്തു പറയുന്നു. എന്നാൽ CK ജാനുവിന്റെ വരവോടെ കൂടുതൽ പ്രതീക്ഷയാണ് കോൺഗ്രസ് വച്ചു പുലർത്തുന്നത്. കേരളത്തിലെ SC/ST സീറ്റുകളിൽ 2 എണ്ണം മാത്രമാണ് UDF-നുള്ളത്. 16 സീറ്റുകളിൽ വെറും 2 എണ്ണം. 9 സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടുന്നു. സൂക്ഷ്മതയോടെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി ആ മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കാനുള്ള കഠിന ശ്രമം തുടങ്ങണമെന്നാണ് KC പറയുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളെ ABC എന്ന മണ്ഡലങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രം KC വേണുഗോപാൽ ആവിഷ്കരിച്ചു. ചില സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് KC നേരിട്ട് നടത്തിയ ഒരു സർവേ ഫലം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഇതനുസരിച്ച് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കും എന്നതിൻ്റെ ഒരു രൂപരേഖ KC തയ്യാറാക്കി കഴിഞ്ഞു. ഗ്രൂപ്പുകൾക്ക് അതീതമായി തനിക്ക് സ്വാധീനമുള്ള വ്യക്തികളെ പരമാവധി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയാണ് KCയുടെ ലക്ഷ്യം. അതുവഴി അടുത്ത ഭരണം ഉറപ്പിക്കുകയും മുഖ്യമന്ത്രി കസേര തനിക്ക് അനുകൂലമാക്കി എടുക്കുകയും ചെയ്യുക KC വേണുഗോപാലിന്റെ ലക്ഷ്യമാണ്. സണ്ണി ജോസഫിനെ നോക്കുകുത്തിയാക്കി KC നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഇതിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു VD സതീശൻ. ഇതുവരെ വെള്ളം കോരിയതും വിറകുവെട്ടിയതും പ്രതിപക്ഷ നേതാവായ താൻ. എന്നാൽ അവസാന നിമിഷം എല്ലാം നേരിട്ട് നിയന്ത്രിച്ചുകൊണ്ട് KC കളം നിറയുന്നു. വലിയ അസ്വസ്ഥത ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ പുകയുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ ഫലപ്രദമായി പ്രവർത്തിച്ചുവെന്നൊക്കെയാണ് രമേശ് കരുതുന്നത്. വരുന്ന ഭരണത്തിൽ ആദ്യത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗം ഉയർത്തിക്കഴിഞ്ഞു. തൽക്കാലം മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ തർക്കം വേണ്ട, UDF വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്ന സമീപനമാണ് VD സതീശൻ വച്ചു പുലർത്തുന്നത്. മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന 3 മുതിർന്ന നേതാക്കൾ. മറുവശത്ത് ഏതു വിധേനയും മുന്നണി വിപുലീകരിക്കണമെന്ന ആശയം ശരി തന്നെ. പക്ഷേ അതിനുവേണ്ട അടിസ്ഥാന ചർച്ചകൾ പോലും നടത്താതെ വേണ്ടത്ര ആലോചനയില്ലാതെയുള്ള എടുത്തുചാട്ടം. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയുടെ ഭാഗമാക്കണം എന്ന് സതീശൻ ശഠിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ ഇപ്പോഴത്തെ ഓളമൊന്നും കാര്യമാക്കേണ്ടതില്ല. കേരള കോൺഗ്രസ് എമ്മിനെ കിട്ടിയാൽ അടുത്ത ഭരണം ഏറെക്കുറെ ഉറപ്പാക്കാം. കേരള കോൺഗ്രസ് ബാണി വിഭാഗത്തെ കൂടി UDF-ലേക്ക് കൊണ്ടുവരണം എന്ന വാദം മുസ്ലിം ലീഗ് ഉയർത്തുന്നു. ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ചില വാശിയുണ്ട്. ഇപ്പോൾ തന്നെ PV അൻവറിനെ കൊണ്ടുവന്ന കാര്യത്തിൽ തങ്ങൾ പഴി കേട്ടു തുടങ്ങി. UDF-നെ ഹൈജാക്ക് ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ തനിനിറം ചൂണ്ടിക്കാട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അടക്കം രംഗത്തെത്തുമെന്ന് ലീഗിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് മധ്യ തിരുവിതാംകൂറിൽ മുഖ്യശക്തിയായ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി UDF-ലേക്ക് കൊണ്ടുവരണമെന്ന വാദം കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്നത്. PV അൻവർ UDF-ലെത്തുമ്പോൾ വളരെ സൂക്ഷ്മത വേണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. വഴിയെ നടന്നു വരുന്നവർക്ക് വഴിയമ്പലമാകരുത് UDF. എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് PV അൻവറിന് നൽകരുത് എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു. PV അൻവറിന്റെ കടന്നുവരവിൽ ചില അസ്വസ്ഥതകൾ നേതാക്കൾ ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങി. മറുവശത്ത് വിഷ്ണുപുരം ഏറെക്കുറെ ഒഴിവായി ഓടി. CK ജാനുവിനെ ഒപ്പം ചേർത്തു എന്ന മേന്മ മാത്രം. PV അൻവർ ഇനി ബാധ്യതയാകുമോ അതോ നേട്ടമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയൊക്കെ മാറ്റിവെച്ച് തൽക്കാലം ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത നിയമസഭ തീർച്ചയായും UDF-ന് നിഷ്പ്രയാസം തൂക്കിയെടുക്കാൻ കഴിയും. എന്നാൽ കയ്യിലിരിപ്പ് അത് എന്തൊക്കെ സംഭവ വികാസങ്ങൾക്ക് കാരണമാകുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.